കേന്ദ്ര സർക്കാർ കൊട്ടിഘോഷിക്കുന്ന കുറെ വികസന പദ്ധതികളുണ്ട്. ജനക്ഷേമം എന്നൊരു ലക്ഷ്യം സത്യത്തിൽ അതിനുണ്ടോ? വികസനമല്ല അതിന്റെ ലക്ഷ്യമെന്ന് സാക്ഷ്യപ്പെടുത്തുന്ന തെളിവുകളടക്കം വെളിപ്പെടുത്തുന്നുണ്ട് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ റിപ്പോർട്ട് അഥവാ CAG റിപ്പോർട്ട്. വൻ അഴിമതികളാണ് CAG പുറത്തുവിട്ട റിപ്പോർട്ടിലൂടെ പുറം ലോകം അറിയുന്നത്. GST പിരിവ് മുതൽ ആയുഷ്മാൻ ഭാരത് വരെ നീളുന്ന ആയിരക്കണക്കിന് കോടി രൂപയുടെ അഴിമതിയാണ് റിപ്പോർട്ടിൽ വെളിപ്പെടുന്നത്. മോദി സർക്കാർ വികസനം എന്ന രീതിയിൽ ഉയർത്തിക്കാട്ടിയ പല പദ്ധതികളുടെയും യഥാർത്ഥ വസ്തുത CAG തുറന്നു കാട്ടുന്നുണ്ട്. ഇക്കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ വെച്ച CAG റിപ്പോർട്ടിൽ പട്ടാപ്പകൽ പോലെ വ്യക്തമാണ് ഈ കടുംവെട്ട് തട്ടിപ്പിന്റെ കഥകൾ. മോദി രാജ്യത്തെ ഉയരങ്ങളിലെത്തിക്കാൻ ജന്മം കൊണ്ടവനാണെന്ന് പറയുന്നവർ അറിയണം ഈ തട്ടിപ്പിന്റെ കഥകൾ. ഡിജിറ്റൽ ഇന്ത്യ ആകുമ്പോൾ പല അഴിമതികളും ഇല്ലാതെയാകുമെന്ന് നിങ്ങൾ കരുതിയെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. പഴയ അഴിമതി കഥകളുടെ പുതിയ തുടർച്ചകൾ മാത്രമാണ് അതിലും. CAG റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് അതാണ്. ഡിജിറ്റൽ ഇന്ത്യയുടെ കരുത്തായി വിശേഷിപ്പിക്കുന്ന ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ അഥവാ DBT സംവിധാനം വലിയ സുരക്ഷാ വീഴ്ചകൾ നേരിടുന്നു എന്നാണ് റിപ്പോർട്ട് കാട്ടുന്നത്. അത്യാധുനിക ഡിജിറ്റൽ മാർഗങ്ങൾ അവകാശപ്പെടുമ്പോഴും അനർഹരിലേക്ക് പണം ഒഴുകുന്നത് തടയാൻ ഈ സംവിധാനത്തിന് ആകുന്നില്ല. GST പിരിവിൽ മാത്രം 21,695 കോടിയുടെ പൊരുത്തക്കേടുകൾ ഇതിനോടകം കണ്ടെത്തിക്കഴിഞ്ഞു. രാജ്യത്തെ ക്ഷേമ പദ്ധതികളുടെ നടത്തിപ്പിൽ ഗുരുതരമായ വീഴ്ചകളുണ്ടെന്ന് വ്യക്തമാണ്. ഇന്ത്യയിലെ യുവജനങ്ങളെ തൊഴിൽക്ഷമതയുള്ളവരാക്കി മാറ്റുക എന്ന വലിയ ലക്ഷ്യത്തോടെ 2015 തുടക്കം കുറിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന. എന്നാൽ ഈ പദ്ധതിയുടെ നടത്തിപ്പിൽ ഭരണപരമായ പരാജയങ്ങളും ക്രമക്കേടുകളും ഉണ്ടായതായി CAG റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നു. സാമ്പത്തിക അഴിമതി എന്നതിലുപരി ഭരണ സംവിധാനത്തിന്റെ തന്നെ പരാജയത്തിലേക്കാണ് ഈ റിപ്പോർട്ട് വിരൽ ചൂണ്ടുന്നത് എന്നതാണ് ശ്രദ്ധേയം. ഫെബ്രുവരി 31 എന്ന തീയതി കേൾക്കുമ്പോൾ തന്നെ ഏതൊരു വ്യക്തിയും അങ്ങനെയൊരു തീയതി ഇല്ലല്ലോ എന്ന് തന്നെ ചിന്തിക്കും. എന്നാൽ ജയ്പൂരിലെ ജയ്പൂർ കൾച്ചറൽ സൊസൈറ്റി മീഡിയ ആൻഡ് എന്റർടൈൻമെന്റ് മേഖലയിൽ 56,203 പേർക്ക് സർട്ടിഫിക്കറ്റ് നൽകിയത് ഈ തീയതിയിലടക്കം പരിശീലനം സംഘടിപ്പിച്ചാണ്. അതിന് സർക്കാരിൽ നിന്നും പണവും കൈപ്പറ്റിയിട്ടുണ്ട് ഈ സ്ഥാപനം. ക്രമക്കേട് കാണിക്കുന്നതിൽ പോലും ക്രമക്കേട് എന്ന് പറയേണ്ടി വരും. തൊഴിൽ പരിശീലനം നടത്തുന്ന ബാച്ചുകൾ പരിശീലനം പൂർത്തിയാക്കുന്ന മുറയ്ക്ക് ഫോട്ടോ എടുത്ത് പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന സൈറ്റിൽ അപ്ലോഡ് ചെയ്യണം എന്നതാണ് വ്യവസ്ഥ. ഇങ്ങനെ ചില സ്ഥാപനങ്ങളിലെ ഒരേ ബാച്ച് പല സംസ്ഥാനങ്ങളിൽ പല വിഷയത്തിൽ പരിശീലനം നേടിയതായി കാണാം. ജബൽപൂരിലും മുംബൈയിലും ഹൈദരാബാദിലും ഒരേ ബാച്ച്. അവർ കേരളത്തിലെ കൊല്ലത്തെ സെൻട്രലും പരിശീലനം നേടി എന്ന് പറഞ്ഞാൽ അതിലൊട്ടും അതിശയപ്പെടേണ്ട. റിപ്പോർട്ടിൽ അതുമുണ്ട്. ഗുണഭോക്താക്കളെ ചേർത്തതിലും നിയമനത്തിലും അഴിമതി നടന്നിട്ടുണ്ട്. 2015 മുതൽ 2022 വരെയുള്ള CAG റിപ്പോർട്ടിൽ ഇക്കാര്യം വ്യക്തമാണ്. കേരളത്തിലെ ഒരു കമ്പനിയിൽ നടന്ന ഓഡിറ്റിൽ നിയമനം പോലും നടന്നിട്ടില്ല എന്നത് വ്യക്തവുമാണ്. 2015 മുതൽ 2022 വരെ ഈ പദ്ധതിക്ക് വേണ്ടി ആകെ കണക്കാക്കിയത് 14,448 കോടി രൂപയാണ്. എന്നാൽ 10,193.79 കോടി രൂപ മാത്രമാണ് പദ്ധതി നടത്തിപ്പിന് വേണ്ടി അനുവദിച്ചത്. ഇതിൽ 9,260 കോടി രൂപ മാത്രമാണ് യഥാർത്ഥത്തിൽ ചിലവഴിച്ചത്. സർട്ടിഫിക്കറ്റ് ലഭിച്ച ഓരോ ഉദ്യോഗാർത്ഥിക്കും 500 രൂപ വീതം ഇൻസെന്റീവ് നൽകാൻ വ്യവസ്ഥയിലുണ്ടായിരുന്നു. പദ്ധതിയുടെ 3 ഘട്ടങ്ങളിൽ ആകെ പങ്കെടുത്ത ഗുണഭോക്താക്കളുടെ എണ്ണം 95.9 ലക്ഷമാണ്. എന്നാൽ ഈ 95.9 ലക്ഷം ഗുണഭോക്താക്കളിൽ 90.6 ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ല. അതായത് ഗുണഭോക്താക്കൾക്ക് നൽകിയ 500 രൂപ എവിടെ പോയെന്ന് ഒരു പിടിയുമില്ല. ബാക്കി വന്നവരിൽ തന്നെ ആയിരക്കണക്കിന് ആളുകൾ ഒരേ ബാങ്ക് അക്കൗണ്ട് നമ്പർ ഉപയോഗിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട്. ഉദാഹരണത്തിന് ഒരാളുടെ അക്കൗണ്ട് 2000-ലധികം പേർക്ക് നൽകിയിട്ടുണ്ട്. ഒപ്പം 111111 123456 തുടങ്ങിയ വ്യാജ നമ്പറുകൾ നൽകിയതായും ഓഡിറ്റിൽ കണ്ടെത്തിക്കഴിഞ്ഞു. ഭവന നിർമ്മാണ പദ്ധതിയായ ആവാസ് യോജനയിലും പാവപ്പെട്ടവർക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കേണ്ട ആയുഷ്മാൻ ഭാരതിലുമെല്ലാം ഇതുപോലെ തട്ടിപ്പിന്റെ വേരുകളുണ്ട്. ഒരു ഫോൺ നമ്പറിൽ ലക്ഷക്കണക്കിന് പേർ. ഗുജറാത്തിൽ കാശു തട്ടാനായി മാത്രം ഡോക്ടർമാർ ആളുകളെ അനാവശ്യ ഹൃദയ ശസ്ത്രക്രിയകൾക്ക് വിധേയമാക്കുന്ന അവസ്ഥ വരെ ഉണ്ടെന്നാണ് ഞെട്ടിക്കുന്ന വിവരം. വികസനം എന്ന PR തള്ളുകൾ നൽകുമ്പോഴും കേന്ദ്ര സർക്കാരിന്റെ പിന്നാമ്പുറത്തെ വൻ അഴിമതി കഥകൾ പുറം ലോകം അറിയുന്നതേയില്ല. അതിലും ഞെട്ടിക്കുന്ന കാര്യം ഇതിനെതിരെ പ്രതിഷേധങ്ങൾ കാര്യമായി എവിടെയും ഇല്ലെന്നതാണ്. മാധ്യമങ്ങളെ ഉൾപ്പെടെ വിലക്കെടുത്തിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ.
പാർലമെന്റിലാകട്ടെ 2014 ശേഷം CAG റിപ്പോർട്ടിനെ കുറിച്ച് ഒരു ചർച്ചയും നടന്നിട്ടുമില്ല. ജനക്ഷേമത്തിനായി വർഷാവർഷം സർക്കാർ ബജറ്റിൽ പ്രഖ്യാപിക്കുന്ന പദ്ധതികളൊക്കെയും അർഹരിലേക്ക് എത്തുന്നില്ല എന്നും അനർഹരിലേക്ക് തട്ടിപ്പിന്റെ ഫലമെന്നോണം എത്തുന്നുണ്ടെന്നാണ് അക്ഷരാർത്ഥത്തിൽ CAG റിപ്പോർട്ടിന്റെ കാതൽ. അങ്ങനെ പൊതുജനത്തിന്റെ വോട്ടും പണവും വികസനവും എല്ലാമടക്കം ഇന്ത്യയെ ഒട്ടാകെ തട്ടിപ്പിലൂടെ തങ്ങളുടെ സ്വാർത്ഥ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി മുതലെടുക്കുകയാണ് മോദിയും NDA സർക്കാരും. പ്രതികരിച്ചില്ല എങ്കിൽ വൻ നാശമായിരിക്കും ഫലം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.